ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സാറ്റർഡേ ഈവനിങ് ആണ്. നമ്മൾ രണ്ടാളും എങ്ങോട്ടാണ് പോകുന്നത്? ഒരാൾക്ക് ഈ തിങ്കളാഴ്ച തന്നെ തുടങ്ങിയതാണ്. ഷവർമയും ചിക്കനും മേടിച്ചായിരുന്നു. അപ്പോൾ നാളെ എന്തായാലും ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ഈവനിങ് കൊണ്ടൊന്നും വേങ്ങിച്ച് കൊടുക്കാൻ പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മളിതാ ഇപ്പം ഇറങ്ങിയിരിക്കുകയാണ്. അല്ലേ ഷാനു? ഹായ് പറയോ? ഇതിന് ഞാൻ വോയിസ് കൊടുക്കുന്നത് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ. ലോങ് വീഡിയോ എന്തെങ്കിലും അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഗാലറിയിൽ തപ്പുന്ന സമയത്താണ് ഈ ഒരു വീഡിയോ കണ്ടത്. അപ്പോൾ അവിടുന്ന് കുറച്ച് ദൂരം നമുക്ക് നടക്കാനുണ്ട്. അപ്പോൾ ഷാനുവിനെയും കൂട്ടിയിട്ട് അങ്ങനെ നടന്നു. അങ്ങനെ നമ്മുടെ സ്ഥിരം സ്പോട്ടായിട്ടുള്ള മാക്കഫേയിൽ എത്തിയിട്ടുണ്ട്. എൻ്റെ സൗണ്ട് കുറച്ച് പ്രശ്നമാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എനിക്ക് തലേന്ന് വത്തക്ക കഴിച്ചിട്ട് ഒരു ചെറിയ എന്തോ സംഭവം പോലെ സൗണ്ട് ഭയങ്കര ഇതായിട്ടുണ്ട്, ഇപ്പോൾ അടഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഞാനിതിൽ എന്തൊക്കെയോ കുറേ ഫുട്ടേജുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം കംപ്ലീറ്റ്ലി എനിക്ക് ആ ഒരു ഷോപ്പിൽ പോയപ്പോൾ അവിടെയൊക്കെ നിറയെ തിരക്കായിരുന്നു, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എന്താ പറയുക, അവിടെ നിന്ന് സംസാരിച്ചിട്ടൊരു വീഡിയോ എടുക്കാനുള്ള കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാനിതെല്ലാം വോയിസ് കൊടുക്കാൻ അപ്പോഴേ തീരുമാനിച്ചതാണ് കേട്ടോ. നമ്മുടെ ആളിപ്പോൾ കടയിൽ എത്തിയപ്പോൾ തന്നെ അവന് വേണ്ടി സാധനങ്ങളൊക്കെ എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട്. ഞാൻ അവനോട് പറഞ്ഞതാണ് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങിക്കേണ്ട, എപ്പോഴും ഇതുപോലത്തെ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അവൻ തന്നെ സെലക്ട് ചെയ്യണം അവൻ എന്തൊക്കെ ഫുഡാണ് വേണ്ടിയെന്നുള്ളത്. അപ്പോൾ അവൻ പറഞ്ഞ പോലെ തന്നെ ഷവർമ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ കഴിക്കുന്ന പോലെ തന്നെ വിത്തൗട്ട് മയോനൈസിലാണ് ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നത് പാലാണ്. പിന്നെ ഞാനും ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫുഡ് എത്താൻ കുറച്ച് ലേറ്റ് ആയിട്ടോ. ഞാനും വിത്തൗട്ട് മയോനൈസ് ഷവർമയാണ് ആഴ്ചയിൽ ഒരു ദിവസമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇത് ഞാൻ അവിടുത്തെ വാഷ്റൂമിൽ നിന്ന് എടുത്ത വീഡിയോ ആണ്. പിന്നെ നമ്മളിതാ പൈസ കൊടുക്കാൻ വേണ്ടി അവിടെ നിൽക്കണം. അവിടെ നല്ല തിരക്കുള്ളതുകൊണ്ട് തന്നെ ഒരു ചെറിയ ക്യൂ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചുമ്മാ അവിടെ എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ ഇതൊക്കെ. പിന്നെ നമ്മൾ കുറച്ച് ഫുഡ് എന്താ പറയുക ഹസ്ബൻഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടയിലേക്കാണ് ഞാൻ നേരെ തിരിച്ചു പോയത്, വീട്ടിലേക്കല്ല. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ നല്ല തിരക്കാണ്. അന്ന് സ്റ്റോക്ക് എന്താ പറയുക അടുക്കുന്ന ഡേ ആണ്. എല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ എല്ലാം ആദ്യം മുതൽ അറേഞ്ച് ചെയ്യുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ എന്താ പറയുക വാങ്ങിച്ചു കൊണ്ടുപോയത് ഇതുപോലെ വാരി കൊടുക്കുകയാണ്. ആളുടെ കയ്യിൽ നിറച്ച് പൊടി ഒക്കെയാണ് കേട്ടോ. പിന്നെ അലർജി ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ മാസ്ക് ഇട്ടിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, കുറച്ച് ഹെൽപ്പൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വിശക്കുണ്ട് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഒരു സംഗതി വാങ്ങിച്ചു വെച്ചത് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോഴാണ് എന്താ പറയുക ഞാനത് കൊടുത്തത് കേട്ടോ. പിന്നെ ഞാനും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ചെറിയ ഹെൽപ്പൊക്കെ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ സൗണ്ട് നല്ല ഡിസ്റ്റർബാണെന്ന് എനിക്കറിയാം. ഐ എം സോ സോറി. എന്താ പറയുക, ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എന്താ പറയുക ഞാൻ ചൂടുവെള്ളമൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. പതിയെ തന്നെ മാറുള്ളൂ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനും അതുപോലെ തന്നെ ഈ ഒരു അറേഞ്ച്മെൻറ്റ്സിന് കൂടിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് സാധനങ്ങൾ എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. ഇതൊരു നോർമൽ സ്റ്റേഷനറി കടയാണ്. അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉള്ള ഒരു കടയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ്. നമുക്കിതുപോലത്തെ വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.